ഹേ ഓൾ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിഗിനേഴ്സിന് എങ്ങനെ നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ അതിനെ കുറേ റിസർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയത് വെച്ചിട്ട് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് തോന്നിയ കുറച്ച് ചെറിയ പോയിൻറ്റ്സാണ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എങ്ങനെയാണ് ഫസ്റ്റ് എന്നുള്ളത്. നമുക്കിതിൽ ബ്രേക്കിംഗ് ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അതായത് ബ്രേക്കിംഗ് എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് രണ്ട് കാലും ഇങ്ങനെ നമ്മൾ കാല് കുത്തിയിട്ട് ഇവിടെ നിന്ന് മുകളിൽ വെക്കാതെ തന്നെ വണ്ടി ജസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക, ആ സ്കിഡാകുന്ന നമ്പർ വിടുക. ഓക്കെ, ജസ്റ്റ് ആ സ്കിഡിൻ്റെ അവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ വിടുക. ഓക്കെ, അതങ്ങനെ വിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, സ്കിഡാകുമ്പോൾ അങ്ങനെ വിടുക, സ്കിഡാകുന്ന സമയത്ത് തന്നെ വിടുക. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ബ്രേക്കിങ്ങിൻ്റെ പോയിൻ്റ് നമുക്ക് മനസ്സിലാവും, എവിടെയാണ് ഈ ABS കിക്കാവുന്ന പോലെ. ഓക്കെ, നമ്മളൊരു ABS ആയിട്ട് മാറുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് വണ്ടി ഇത് അങ്ങനെ പോകുന്നു, ബ്രേക്ക് പിടിക്കുക, ആ സ്കിഡാകുമ്പോൾ വിടുക. അപ്പോൾ ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ബ്രേക്കിംഗ് എവിടെയാണെന്ന് അറിയാനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു പാനിക്കായിട്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മളത് സ്റ്റാൻഡ് ചെയ്തിട്ട് നോക്കാം, എണിച്ച് നിന്നിട്ട് ഇതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കുറേ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഒരു ചെറിയ ഗ്രൗണ്ട് മതി, ഇതേപോലെ കണ്ടോ, ഇതേപോലത്തെ ഒരു ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്കിംഗ് തന്നെ എണിച്ച് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കിഡാകുന്ന സമയത്ത് വിടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ഇത് മനസ്സിലാവും, എവിടെയാണ് ബ്രേക്ക് ആവേണ്ടതെന്നുള്ളത്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിങ് നമ്മൾ എണിച്ച് നിൽക്കാനുള്ളൊരു ടെക്നിക്കാണ്. എണിച്ച് നിന്ന് നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. നമ്മുടെ നീ ഹോൾഡ് ചെയ്യുക, ടാങ്കിൽ ടൈറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ളത് നമ്മൾ ജസ്റ്റ് വണ്ടി അങ്ങനെ റൺ ചെയ്ത് പോകാം. നമ്മുടെ അപ്പർ ബോഡി എപ്പോഴും ലൈറ്റാക്കി വയ്ക്കാൻ ശ്രമിക്കുക. എൽബോസൊക്കെ ലൂസാക്കിയിട്ട് നമ്മൾ അപ്പർ ബോഡി ഭയങ്കര ലൂസാക്കിയിട്ട് താഴെ നല്ല ടൈറ്റായിട്ട് വയ്ക്കുക. ഇനി നമ്മൾ എണിച്ച് നിന്ന് ഓടിക്കുന്ന സമയത്ത് നമ്മൾ വെയ്റ്റ്ലെസ് ആവണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് എണിച്ച് നിന്ന് ഓടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഫുള്ള് പ്രഷർ കൊടുക്കാതെ നമ്മുടെ നീ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈയൊക്കെ എൽബോ ഒക്കെ ലൂസാക്കിയിട്ട് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് വെയിറ്റ് നമ്മുടെ മാസ് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ, വണ്ടിയുടെ ഇപ്പോൾ സ്പ്രിങ്സൊക്കെ ഫ്രീ ആയിട്ടുള്ള പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണിച്ച് നിന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ വണ്ടി അങ്ങനെ അതിൻ്റേതായ സസ്പെൻഷനിൽ അത് വെക്കോളും. ഇപ്പോൾ ഒരു ചെറിയ ടേൺസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൻഡിൽ ബാർ നമ്മൾ കൗണ്ടർ സ്റ്റിയറിംഗ് പറയും നമ്മൾ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ കൗണ്ടർ സ്റ്റിയറിംഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡിൽ നമുക്കിപ്പോൾ റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയതായിട്ട് ഈ സൈഡിലോട്ട് ഒരു പുഷ് കൊടുക്കുക, ലെഫ്റ്റിലോട്ട് നമ്മൾ ഇങ്ങനെ പുഷ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് തിരിയും. ഓക്കെ, അത് മെല്ലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒരു ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ടൊരു പുഷ് കൊടുത്താൽ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മൾ ലെഫ്റ്റിലോട്ടൊരു പുഷ് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഇങ്ങോട്ട് തിരിയും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പുഷ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് ഇങ്ങോട്ട് ആക്കുക, കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ സമയത്ത് നമുക്ക് തിരിക്കാൻ കുറച്ച് സിമ്പിളായിരിക്കും. കൗണ്ടർ സ്റ്റിയറിംഗ് ഞാൻ നല്ല എണിച്ചെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിതാ ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഹാൻഡിലൊന്ന് ഈ റൈറ്റിലോട്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി ലെഫ്റ്റിലോട്ട് ഇങ്ങനെ തിരിയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, എണിച്ച് നിന്നാകുമ്പോഴും നമ്മുടെ നീ ഇവിടെ ലോക്ക് ചെയ്തതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പുഷ് കൊടുത്താൽ തന്നെ ലെഫ്റ്റ് റൈറ്റ്, അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. നമ്മൾ പണ്ട് സൈക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്കിത് ഈ ടെക്നിക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബൈക്ക് വരുന്ന സമയത്ത് നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ തിരിയുന്ന സമയത്ത് ഇങ്ങനെ ടേൺസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു ടെക്നിക്ക് വെച്ച് ടേൺസ് എടുക്കാം. അതേപോലെ ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എണിച്ച് നിന്ന് കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് എണിച്ച് നിന്നിട്ട് റൈഡ് ചെയ്യുക. അപ്പോൾ വണ്ടി ആ ഒബ്സ്റ്റക്കിൾസ് എടുത്തോളും. നമ്മൾ കൂടി ഇരുന്ന സമയത്ത് ഇതിന് മാസ് കൂടുതൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണിച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ എടുത്തോളും. ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ നമ്മൾ വെയ്റ്റ്ലെസ് ആവണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് എണിച്ച് നിന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് ലൂസാക്കി വെച്ചാൽ തന്നെ അപ്പോൾ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് വരികയുള്ളൂ. നമ്മളൊന്ന് എണിച്ച് നിന്നാൽ മാത്രം മതി. വണ്ടി നമ്മളത് ഒരു ഫ്ലോയിൽ ഇറങ്ങി പോയിക്കോളും. ഓക്കെ, ആ ഒബ്സ്റ്റക്കിൾസ് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളൊന്ന്
എണിച്ചാൽ മാത്രം മതി, വണ്ടി എടുത്തോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഒബ്സ്റ്റക്കിൾസ് വരികയാണ്. ഇവിടെ ഒരു ചെറിയൊരു കുഴിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ വരുന്നു, നമ്മൾ എണിച്ച് നിൽക്കുന്നു. അത് എടുത്തിട്ട് പോകുന്നതാ അടുത്തൊരു കുഴി. ഇതാ വരുന്നു, എന്താ കുഴികൾ വരുന്നു, നമ്മൾ എണിച്ച് നിൽക്കുന്നു. നമ്മൾ ഈ എണിച്ച് നിന്നാൽ തന്നെ നമുക്ക് ആ വണ്ടി നമ്മളിലോട്ട് വരും. ഓക്കെ, ഇത് അതന്നെ, ഇതൊരു ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, വളരെ വളരെ ബേസിക്കാണ്. എങ്ങനെയാണ് ഇപ്പോൾ അതായത് വളരെ ബേസിക്കാണ്. അതായത് നമ്മളൊരു ഹിമാലയനോ അല്ലെങ്കിൽ എക്സ്പൾസോ എടുത്ത് നമ്മളെപ്പോഴും റോഡ് യൂസാണ്. അഥവാ നമുക്കൊരു ഓഫ് റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്തെടുക്കാം, അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. അല്ലാതെ ഇത് പ്രോ ടിപ്പൊന്നുമല്ല, ഞാനും അങ്ങനെ അത്ര വലിയ പ്രോ ഒന്നുമല്ല. നമുക്കിപ്പോൾ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് വരുന്ന സമയത്ത് എങ്ങനെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാം, ഇത് നമുക്ക് ഏറ്റവും സ്ക്രാച്ച് എന്നാണല്ലോ. നമ്മൾ ഇതൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഇനി പ്രോയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ നമ്മുടെ റോഡിലുള്ള റോഡുകൾ, കുഴികൾ തന്നെ ഒരുപാടുണ്ടല്ലോ. ഹംസൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. പ്രാക്ടീസ് സെഷൻ എടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു ഓഫ് റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കിട്ടില്ല. നമുക്ക് നമ്മൾ ടെൻസ്ഡായി പോകും. എങ്ങനെയാണ് വണ്ടിയൊന്നും നമ്മളെ കൺട്രോളല്ല എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം എൻ്റെ ധാരണ എന്താ വെച്ചാൽ ഓഫ് റോഡ് ഭയങ്കര സിമ്പിളായിരുന്നു എന്നാണ് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട്. പക്ഷേ നമ്മളൊരു ഇതേപോലത്തെ ഒരു സെഷനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ റോഡല്ലാത്തൊരു ഓഫ് റോഡിൽ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് വിചാരിക്കണ പോലെ സിമ്പിളല്ല. നമുക്കത് ഇപ്പോൾ ഇതിലോട്ട് ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് നന്നായി മനസ്സിലാവുള്ളൂ. സിമ്പിളല്ല, നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസൊക്കെ ചെയ്യുക, അതിനോട് നമുക്ക് യൂസ്ഡ് പോവാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ടെക്നിക്സൊക്കെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നത് ഓഫ് റോഡ് നമുക്ക് ഒറ്റയ്ക്ക് പോകാമെന്നല്ല, ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഓഫ് റോഡൊക്കെ നമുക്ക് പഠിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അടുത്തടുത്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്കതിനെ സ്വയം പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓഫ് റോഡ് നമ്മുടെ ബൈക്കിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പഠിക്കാം. ഓക്കെ, എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തന്നെ ഓടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ ചെറിയ അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലിപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.